വാർത്തകളിലേക്ക് നമ്മൾ വിശദമായി കടക്കുകയാണ്. വിശദ വിവരങ്ങളുമായി റിപ്പോർട്ടർമാർ ചേരുന്നു. രാഹുൽ സുരേഷ്, സാന്ത്വന സാജു, അഷ്കർ അലി എന്നിവരാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററുകൾ 11 വർഷമായിട്ടും യാഥാർത്ഥ്യമായില്ല. 6 ഓപ്പറേഷൻ തിയേറ്ററുകളുടെ അവസാനഘട്ട പ്രവൃത്തികൾ നിലച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. ആകെയുള്ള പഴയ ഓപ്പറേഷൻ തിയേറ്റർ അറ്റകുറ്റപ്പണിക്കായി പൂട്ടി. നിർമ്മാണം നടത്തുന്ന കരാർ കമ്പനി കിറ്റ്കോയ്ക്ക് പലതവണ കത്ത് നൽകിയിട്ടും നടപടിയില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ ആരോപണം. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ചേരുകയാണ്. രാഹുൽ, ഇത് ഈ സിസ്റ്റത്തിന്റെ ഒരു തകർച്ച തന്നെയാണ്, അല്ലാതെ എന്ന് പറയാൻ കഴിയില്ല. കാരണം ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് രോഗികളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. വർഷങ്ങളോളം കാത്തിരിക്കുകയോ, പുതിയ ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ അത് പണിത് രോഗികൾക്ക് കൊടുക്കുന്നുമില്ല. ഇതെന്താണ് സാഹചര്യം? ഇങ്ങനെ കരാറുകാരെ പഴി പറഞ്ഞ് എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകും? റോഷ്നി, നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി മെഡിക്കൽ കോളേജിന് മുന്നിലാണ്. ഈ കാണുന്നതാണ് ഇടുക്കി മെഡിക്കൽ കോളേജ്. ഈ പുറമോടിയൊക്കെ കാണുമ്പോൾ ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകൾ ഓർക്കും അത്യാധുനിക സംവിധാനങ്ങളുള്ള മികച്ച ഒരു മെഡിക്കൽ കോളേജ് ആണെന്ന് പലർക്കും തെറ്റിദ്ധാരണയുണ്ടാവും. പക്ഷേ ഇടുക്കി ജില്ലയിലുള്ള എല്ലാവർക്കും അറിയാം, ഒരു അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാതെയാണ് ഈ മെഡിക്കൽ കോളേജ് മുന്നോട്ട് പോകുന്നതെന്ന്. റോഷ്നി സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മെഡിക്കൽ കോളേജ് ആയാൽ, അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ആശുപത്രി ആയാൽ അവിടെ ഉറപ്പായും ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാകും. പക്ഷേ നിർഭാഗ്യവശാൽ ഈ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായി ഏതാണ്ട് 11 വർഷം 2014 ഇടുക്കി മെഡിക്കൽ കോളേജിന് അനുമതി നൽകുന്നത്. ഇപ്പോൾ 11 വർഷം പിന്നിടുകയാണ്. ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. മെഡിക്കൽ കോളേജ് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ പറയുന്നത് ഏതാണ്ട് 98% പ്രവൃത്തികളും 6 ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഇതും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ജനറൽ സർജറി, ഗൈനക്കോളജി, ENT, നേത്രരോഗം, ഓർത്തോ, കാഷ്വാലിറ്റി തുടങ്ങി 6 ഓപ്പറേഷൻ തിയേറ്ററുകളാണ് ഈ മെഡിക്കൽ കോളേജിന്റെ 3ാമത്തെ നിലയിൽ പണിതിട്ടുള്ളത്. പക്ഷേ ഈ കരാർ കമ്പനി, അതായത് കിറ്റ്കോ എന്ന് പറയുന്ന കമ്പനിക്കാണ് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തിക്ക് അനുമതി നൽകിയിട്ടുള്ളത്. അവരാണ് നിർമ്മാണ പ്രവർത്തികളൊക്കെ നടത്തുന്നത്. പക്ഷേ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ മൂലം ഈ മെഡിക്കൽ കോളേജിനകത്തെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഇതിന്റെ സാധനങ്ങൾ ഘടിപ്പിക്കാനാകുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഓപ്പറേഷന് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ ഘടിപ്പിക്കാനാകാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. നമ്മൾ സൂപ്രണ്ടുമായും അതോടൊപ്പം തന്നെ പ്രിൻസിപ്പളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് നിരവധി തവണ കത്ത് നൽകി, ഈ കിറ്റ്കോ എന്ന് പറയുന്ന കമ്പനിക്ക് നിരവധി തവണ കത്ത് നൽകിയിട്ടും അത് വേണ്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡൽഹിയിലുള്ള MDD എന്ന കമ്പനിയാണ് ഈ മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിലെ ഈ സാധനങ്ങൾ ഘടിപ്പിക്കേണ്ടത്. പക്ഷേ അവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കിറ്റ്കോ വേണ്ട നടപടികൾ ചെയ്തു കൊടുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇപ്പോൾ നമ്മുടെ കൂടെ ചെയ്യുന്നത് പൊതുപ്രവർത്തകരായിട്ടുള്ള കുറച്ച് ആളുകളാണ്. നമ്മുടെ ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, പക്ഷേ പേര് മാത്രമാണ് മെഡിക്കൽ കോളേജ്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കരാറ് കമ്പനിയായ കിറ്റ്കോ അവരെ എത്രയും പെട്ടെന്ന് കരിമ്പട്ടികപ്പെടുത്തി ഈ വർക്കിൽ നിന്ന്, നിർമ്മാണ പ്രവർത്തനത്തിൽ നിന്ന് അവരെ ഒഴിവാക്കിയാൽ മാത്രമേ ഈ മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകുകയുള്ളൂ. കാരണം ഇവിടെ ഒരു മൈനർ ഓപ്പറേഷൻ തിയേറ്റർ അതായത് പിന്നെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ജനിക്കുന്ന കുട്ടികൾ വൈകല്യം ഉണ്ടാകുന്നു, ഇല്ലെങ്കിൽ മഞ്ഞ നിറം ഉണ്ടാകുന്നു, ഇവരെയൊക്കെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ഒരു നില കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും റെഡിയാക്കിയിട്ടേക്കുവാ. അവർക്ക് ഒഴിച്ചിട്ടേക്കുവാണ്. ഞാൻ ഈ വാർത്തയിലേക്ക് തിരിച്ചു വരാം.